കപ്പ് എന്താ സാധനം നല്ല ഒരു 10-20 വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു അരക്കപ്പ് വെള്ളം കപ്പ് വിനാഗിരി ഒഴിച്ചിട്ട് വെച്ചിട്ടുള്ളതാണ് അത്. പിന്നെ ഇതിനകത്തുള്ള ചുവന്നുള്ളി, വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളി ഉണ്ട്, 10-15 ചുവന്നുള്ളി ഉണ്ട്, ഒരു പിടി മല്ലിയിലുണ്ട്, അതുപോലെ തന്നെ ഇഞ്ചി ഒരു മീഡിയം സൈസ്, ഒരു തക്കാളി പിന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ആദ്യം കുതിർക്കാൻ വെച്ചിട്ടുള്ള വറ്റൽമുളകും അതുപോലെ തന്നെ വറ്റൽമുളക് ഉണ്ടല്ലോ അത് നമുക്കൊന്ന് അരച്ചെടുത്തെടുക്കാം. അത് അരച്ചെടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ ഈ പ്ലേറ്റിനകത്ത് വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതും അതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇതിലോട്ട് തന്നെ ചേർക്കട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ ഗ്രേവി. പിന്നെ ഇതിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. 20 ഇൻസ്റ്റേ കണ്ടിട്ടുണ്ട് ഞാൻ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കുന്നത്. പക്ഷേ ഇതിൽ എനിക്കൊരു അഭിപ്രായം വെച്ചാൽ കുറച്ച് എരിവ് കൂടുതലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് വല്ലാണ്ട് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു 10-12 വറ്റൽമുളക് എടുത്താൽ മതി. ഇത് 10 രൂപ എടുത്താണ് അതിൻ്റെ ഒരു പുകച്ചിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല ടേസ്റ്റിന് ഒരു കുറവില്ലാത്തതുകൊണ്ട് തന്നെ സംഭവം കിടുവാണ്. പക്ഷേ എനിക്ക് എരിവ് കുറക്കണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളകിൻ്റെ അളവ് കുറച്ചാൽ മതി. പിന്നെ ഒരു 1/4 കപ്പ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 2 ടീസ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഗ്രേവിൻ്റെ പൊടി ഐറ്റംസ് ആയിട്ടുള്ളത്. ഇത് കൂടി നമുക്ക് അതിലോട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം. 2 പീസ് കട്ട് അങ്ങനെ മേടിച്ചതായിരുന്നു കേട്ടോ. ഫുൾ സൈസ് ആയാലും ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്കിതിലേക്ക് നല്ല പോലെ ഒന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക. വേറെ ഒന്നും ഉണ്ടല്ലോ, നമുക്ക് മസാല ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വീട്ടിലൊക്കെ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഷവായ ആയിട്ടുള്ള ഐറ്റം തന്നെ, മറ്റേ ശരിയോട് വീട്ടിലുള്ള ഐറ്റം തന്നെയാണ് ഈ മസാല ഷവായ. അപ്പോൾ നമുക്കിത് ഈ ചിക്കൻ ഒന്ന് നമുക്ക് അതിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം നമുക്ക് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുക്കറിൽ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ എല്ലാം ഒരുമിച്ചിട്ടിട്ട് ജസ്റ്റ് എനിക്ക് നല്ല ദമ്മുള്ള കുക്കർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു വിസിലെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ കുക്കറിനനുസരിച്ച് ചിക്കൻ വേവ് എന്നുള്ളൊരു കൺസിഡർ ചെയ്ത് മാത്രം ആ ഒരു ആവിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ചിക്കനൊക്കെ സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മസാലകൾ സെറ്റാക്കുന്നതിന് മുന്നായിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 ട്രിപ്പായിട്ടാണ് ചെയ്തത്. നല്ല ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഐറ്റം ഞാൻ ട്രൈ ചെയ്ത് കുറച്ച് കാലം ട്രൈ നോക്കണം വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗസ്റ്റും കൂടെ ഉണ്ടായപ്പോൾ നമ്മൾ ട്രൈ നോക്കിയാണ്. അതാണ് പറഞ്ഞാൽ കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ ഞാനിതൊക്കെ ഒന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മെയിൻ ആയിട്ടുള്ള സാധനമുള്ള മസാല ഷവായത്തെ മസാല അത് നമ്മൾ ഈ കുക്കറിനകത്ത് കുറച്ച് വേവായിട്ട് കിടക്കുന്നതുണ്ടാവും. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചെങ്കിൽ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഈ കുക്കറിനകത്തുള്ളത് നമുക്ക് തട്ടാം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് അരച്ച് വെച്ചതിൻ്റെ ഗ്രേവി കൂട്ടിയിട്ട് അതിലുണ്ടാവുമല്ലോ കുറച്ച് മസാല, അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മാറ്റി ചേർക്കാം. നമ്മൾ കുക്കറിന് വെച്ചിട്ട് തന്നെ ഇറച്ചിയിൽ നിന്ന് വെള്ളമൊക്കെ കൂടെ ആയപ്പം അത്യാവശ്യം നല്ലപോലെ തന്നെ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മസാലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് നമ്മുടെ ചിക്കൻ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ആ ഷവായൻ്റെ മസാലയൊക്കെ അതിന് സെറ്റ് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഒരു ഫുഡിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ എനിക്ക് അത് മിസ്സായി പോയതാണ്. അപ്പോൾ എല്ലാം ട്രൈ ഇതൊക്കെ ഒരു ഫ്ലോപ്പും അല്ല, സംഭവം കിടുവാണ്. പക്ഷേ എരിവ് കൂടുതലുണ്ടായിരുന്നു. ഇച്ചിരി ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ എനിക്കത് വലിയ ബുദ്ധിമുട്ടായി തോന്നിയില്ലായിരുന്നു. നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ മസാല ഷവായൻ്റെ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ തീർച്ചയായും ഫ്ലോപ്പ് അല്ല, അടിപൊളി സാധനമാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് ഞാൻ നല്ല കിടക്കാച്ച് മന്തി റൈസിൻ്റെ കൂടെയായിരുന്നു സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് മൈനസ് കൂടി കഴിക്കാനുള്ള അടിപൊളിയായിട്ട്. 10 വീഡിയോ കാണാം. ബൈ.